അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മീൻ ഫ്രൈ ആക്കാനാണ്. ഈ മീനിൻ്റെ പേര് വിളമീൻ എന്നാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ വിളമീൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇവിടെയൊക്കെ എന്താണ് പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി വിളമീൻ എങ്ങനെയാണ് എല്ലാം അതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പകുതി നാരങ്ങയുടെ നീര് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് നല്ല രീതിയിൽ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് അതിനകത്തേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഈ മീൻ ഒരെണ്ണം 600 ഗ്രാം ഉണ്ട്. ഇച്ചിരി വലിയ മീനാണിത്. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. ഇത്ര മസാല ബാക്കിയുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ഫ്രൈ പാനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. മീനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയിരിക്കുന്ന മസാല നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതാകണ്ട. ഇനി നമുക്ക് ആ മീനിലേക്ക് മാറ്റി കൊടുക്കാം. മീനെല്ലാം അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 സവാള ഒന്ന് ഡെക്കറേറ്റ് എടുത്ത് കൊടുക്കാം. മീനെല്ലാം ഫ്രൈ ആക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.